ഖത്തറിൽ ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ പിടിയിൽ. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിൽ കടുത്ത ആശങ്ക. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന സൈനികാക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 രഹസ്യ സംഘങ്ങളെ അറസ്റ്റ് ചെയ്തതായി ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചു. ഖത്തർ വാർത്താ ഏജൻസിയായ QNA ചൊവ്വാഴ്ചയാണ് ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത്. 10 പേരാണ് ഖത്തർ സുരക്ഷാ സേനയുടെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ 7 പേർക്ക് ഖത്തറിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനും വിവരങ്ങൾ ചോർത്താനുമുള്ള ചുമതലയായിരുന്നു. ബാക്കി 3 പേർക്ക് രാജ്യത്ത് അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചോദ്യം ചെയ്യലിൽ തങ്ങൾക്ക് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുമായുള്ള ബന്ധം പ്രതികൾ സമ്മതിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ, നൂതന ആശയവിനിമയ ഉപകരണങ്ങൾ, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിവരികയാണ്. മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിമാനത്താവളങ്ങളും ഹോട്ടലുകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന പരമ്പരകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ തങ്ങളുടെ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി 3 ക്രൂയിസ് മിസൈലുകൾ, 101 ബാലിസ്റ്റിക് മിസൈലുകൾ, 39 ഡ്രോണുകൾ എന്നിവ തൊടുത്തുവിട്ടതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഈ ആക്രമണങ്ങളെല്ലാം ഖത്തർ വിജയകരമായി പ്രതിരോധിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇറാൻ നടത്തിയ ഈ നീക്കം തങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുവെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായെന്നും എന്നാൽ അവയെല്ലാം തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തകർത്തുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി മാധ്യമങ്ങളോട് പറഞ്ഞു. യുദ്ധത്തെ തുടർന്ന് വ്യോമാതിർത്തികൾ അടച്ചതിനാൽ 8000-ഓളം യാത്രക്കാർ ഖത്തറിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാൻ അടിയന്തര വെടിനിർത്തലിനായി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ യുദ്ധത്തിന് അയവ് വരുത്താനുള്ള സാധ്യതകൾ ഇപ്പോഴും സജീവമാണെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതിനിടെ ഈ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാന്റെ നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും ഗൾഫ് രാജ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.